ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS 14ാം വാർഷികാഘോഷത്തിന്റെയും ഓണം ഫെസ്റ്റിന്റെയും ഉദ്ഘാടനം നടന്നു. ഇടമുളക്കൽ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ MLA വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. എല്ലാ അർത്ഥത്തിലും പണം കേരളത്തിൽ നിന്ന് പുറത്തോട്ട് ഓണമാണ്. സത്യത്തിൽ ഓണം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എടുത്താൽ ആധുനിക കാലത്ത് നമുക്ക് നന്മയില്ല, നമ്മുടെ പണം പുറത്തോട്ട് ഒഴുകാനുള്ള ഒരു സന്ദർഭം സൃഷ്ടിക്കുകയാണ്. കേരളം പാപ്പരീകരിക്കുന്നതിനുള്ള ഒരു അവസ്ഥയാണ് ഓണം സൃഷ്ടിക്കുന്നത്. കേരളത്തിലെ ഓണക്കാലം കേരളത്തിന് പുറത്തേക്ക് സമ്പത്തൊഴുകുന്ന കാലമാണെന്നും അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണമെന്നും മുല്ലക്കര രത്നാകരൻ പറഞ്ഞു. ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല മണിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ രാജു MLA നിർവഹിച്ചു. ലഭിച്ച അധികാരവും അതുപോലെ തന്നെ പദ്ധതി വിഹിതവുമെല്ലാം സാമാന്യം മെച്ചപ്പെട്ട നിലയിൽ വിനിയോഗിക്കുകയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുന്ന പഞ്ചായത്താണ് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത്. കുടുംബശ്രീ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഓണം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് P. ഐഷ പോറ്റി MLA നിർവഹിച്ചു. വരുമാനമില്ലാത്ത സ്ത്രീകൾ നമ്മുടെ കുടുംബത്തിൽ ഒരാളുടെ മാത്രം വരുമാനം കൊണ്ട് ജീവിക്കുമ്പോൾ ആ ആള് ചിലപ്പോൾ ഒരു മദ്യപാനം കൂടിയാണെങ്കിൽ പിന്നെ പറയും വേണ്ട, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രയാ. അപ്പൊ ഇതൊക്കെ മാറ്റുക എന്നുള്ള ലക്ഷ്യം ഇട്ട് ഒരുപാട് മാനസികമായിട്ടുള്ള ശക്തി ഉണ്ടാകണം, നമുക്ക് നല്ല ധൈര്യം ഉണ്ടാകണം. അസുരമംഗലം നീർത്തറ പദ്ധതി പ്രവർത്തനോദ്ഘാടനവും തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കുള്ള ആനുകൂല്യ വിതരണവും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. ജയമോഹൻ നിർവഹിച്ചു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് തന്നെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് നിർവഹിക്കാൻ കഴിയുന്നു എന്നത് MLA സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S. ജയപ്രസാദ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് G. പ്രമോദ്, ഗ്രാമപഞ്ചായത്ത് അംഗം കെട്ടിടത്തിൽ സുലൈമാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം A. ആശ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ എബ്രഹാം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S. രവീന്ദ്രൻപിള്ള, വത്സലകുമാരി, R. സുമാദേവി, P. രാജീവ്, CDS ചെയർപേഴ്സൺ റെജിമോൾ, CDS സെക്രട്ടറി ശ്രീപ്രിയ VM തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആശ്രയ ഗുണഭോക്താക്കൾക്കുള്ള ഭക്ഷണ കിറ്റ് വിതരണവും നടന്നു. കുടുംബശ്രീ യൂണിറ്റുകളുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെയും കാർഷിക വിളകളുടെയും വിൽപ്പനയും പ്രദർശനവും മേളയിൽ നടക്കുന്നുണ്ട്. കുടുംബശ്രീ CDS വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിച്ചിരുന്നു. ലൈവ് വാർത്ത അഞ്ചൽ.